മുമ്പിൽ ഞാൻ പരിചയപ്പെടുത്തുന്ന പുസ്തകം ഫാദർ ജെൻസൺ ലാസ്ലെറ്റ് എഴുതിയ ക്രിസ്തുവിൻ്റെ തണലിൽ 365 വചന വിചിന്തനങ്ങൾ എന്ന പുസ്തകമാണ്. ഏറെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഈ പുസ്തകം അവതരിപ്പിക്കുന്നത്. ധാരാളം പുസ്തകങ്ങൾ ജീവിതത്തിൽ വായിക്കാനിടയായിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് ഈ പുസ്തകം ഞാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതിനെക്കുറിച്ച് കുറച്ച് നേരം നിങ്ങളുമായിട്ട് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആദ്യം ഈ പുസ്തകത്തിൻ്റെ ഒരു പരിചയപ്പെടുത്തൽ വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു വലിയ ഉദാത്തമായിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന തകഴിയുടെയോ അല്ലെങ്കിൽ MTയുടെയോ അല്ലെങ്കിൽ M മുകുന്ദൻ്റെയൊക്കെ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോഴാണ് എൻ്റെ കൺമുമ്പിലേക്ക് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ച ഫാദർ ജെൻസൺ ലാസ്ലെറ്റിൻ്റെ ഈ പുസ്തകം കടന്നു വരുന്നത്. ഈ പുസ്തകത്തിൻ്റെ മേന്മ എന്താണെന്ന് ചോദിച്ചാൽ വളരെ ലളിതമായിട്ടുള്ള ഭാഷ, ഏത് കൊച്ചുകുട്ടിക്കും വായിച്ചാൽ മനസ്സിലാക്കാവുന്ന രീതിയിലാണ് അച്ഛനിതിൽ ഓരോ വരികളും എഴുതി ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ മൂല്യങ്ങൾ നഷ്ടപ്പെട്ട് ആളുകൾ പണത്തിനും അധികാരത്തിനും സമ്പത്തിനും ഒക്കെ വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും ശ്രദ്ധിക്കാത്ത ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ ആത്മാവിൻ്റെ ഭക്ഷണം ഈ പുസ്തക വായനയിലൂടെ നിങ്ങൾക്ക് 100% ലഭിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇത് അച്ഛൻ ഓരോ ആഴ്ചയിലും വചനത്തെ ആസ്പദമാക്കി എഴുതിയ ഓരോ ചിന്തകളാണ് അദ്ദേഹം ക്രോഡീകരിച്ച് ഈ 365 ദിവസവും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വായനക്കാർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്. എനിക്ക് അഭിമാനപൂർവ്വം പറയാനായിട്ട് സാധിക്കും, ഇത് വളരെ ആക്സിഡൻ്റലായിട്ടാണ് അച്ഛനെ തന്നെ ഞാൻ പരിചയപ്പെടുന്നത്. ഞാൻ തൃശ്ശൂർ കോർപ്പറേഷൻ ഓഫീസിലെ ഒരു ജീവനക്കാരനായിരുന്നു. അവിടെ ജോലി ചെയ്ത് വന്നിരുന്ന ഒരു 10-28 വർഷത്തെ പരിചയത്തിനിടയിൽ ഞാൻ കണ്ടുമുട്ടിയ അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് ഫാദർ ജെൻസൺ ലാസ്ലെറ്റ്. റിട്ടയർമെൻറ്റിന് ശേഷം നിങ്ങൾക്കറിയാൻ കഴിഞ്ഞ ഒരു 3-4 കൊല്ലം മുമ്പ് ലോകം കൊറോണയുടെ പിടിയിലമർന്നിരിക്കുകയായിരുന്നു. ആ സമയത്ത് ആണ് ഞാനും റിട്ടയർ ചെയ്യുന്നത്. ഒരുപാട് വളരെ സമൂഹത്തിൽ ആക്റ്റീവായിട്ട് നടന്നിരുന്ന ഞാൻ പെട്ടെന്ന് കരയിലേക്ക് എടുത്തപ്പെട്ട ഒരു മത്സ്യത്തെ പോലെ പെട്ടെന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത്, ഒന്നും ചെയ്യാനില്ലാത്തൊരവസ്ഥ. അപ്പോൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറച്ചൊക്കെ തളർന്നപ്പോൾ ഇനി ആരോടാണ് ഒരു കൺസൾട്ടൻസ് അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ്, അങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ മുമ്പിലേക്ക് കടന്നു വന്ന വൈദികനാണ് ഫാദർ ജെൻസൺ ലാസ്ലെറ്റ്. ഞാൻ യൂട്യൂബിൽ തിരഞ്ഞ് അദ്ദേഹത്തെ കണ്ടുമുട്ടാനിടയായത് തന്നെ ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതി ചേർത്തിരിക്കുന്ന ഒരു വചനഭാഗമാണ്, അല്ലെങ്കിൽ ഒരു ലേഖനമാണ്. ഒരു സെമിനാരി കാരനായിട്ടുള്ള വ്യക്തി ഒരു അവധിക്ക് വീട്ടിൽ വരുന്നു. ആ വീട്ടിൽ വന്നിട്ട് അവൻ്റെ അമ്മ അവനോട് പറയുകയാണ്, മോനെ ഇന്ന് ചമ്മന്തിക്ക് അരയ്ക്കാനായിട്ട് തേങ്ങയില്ല. അപ്പോൾ ഗ്രാമത്തിൽ ജനിച്ച ആ ആളായതുകൊണ്ട് ആ സെമിനാരിക്കാരൻ പറഞ്ഞു, അമ്മേ ഞാൻ തന്നെ തെങ്ങിൽ കയറിയിട്ട് നാളികേരം ഇട്ടുകൊള്ളാം എന്ന് പറഞ്ഞിട്ട് അവൻ തന്നെ തെങ്ങിൽ കയറുന്നു, നാളികേരം ഇടുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ തെങ്ങിൽ നിന്ന് അദ്ദേഹം താഴെ വീഴുകയാണ്. അദ്ദേഹത്തിൻ്റെ സെമിനാരി സ്വപ്നം അല്ലെങ്കിൽ ഒരു വൈദികനാകാനുള്ള സ്വപ്നമൊക്കെ അതോടുകൂടി പൊലിഞ്ഞു എന്നുള്ള രീതിയിൽ എല്ലാവരും വിധി എഴുതിയപ്പോഴും ദൈവത്തിൻ്റെ കരം പിടിച്ചപ്പോൾ ദൈവം അദ്ദേഹത്തെ അല്പനാളത്ത് ഒരു 2-3 മാസത്തെ ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് രോഗവിമുക്തനാക്കുകയാണ്. അദ്ദേഹം അങ്ങനെ ഒരു വൈദികനായി. ആ വൈദികൻ ആരായിരുന്നു എന്നുള്ളത് ഏറ്റവും അവസാനം അദ്ദേഹം പറയും, അത് മറ്റാരുമായിരുന്നില്ല, ഞാൻ ഇതെഴുതുന്ന ഫാദർ ജെൻസൺ ലാസ്ലെറ്റ്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ലേഖനത്തിലൂടെയാണ് ഞാൻ അച്ഛനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇദ്ദേഹം കൊള്ളാമല്ലോ, ഇദ്ദേഹത്തിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാനുള്ള ഒരു ജിജ്ഞാസ എന്നിലുണ്ടാവുകയും ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ വാങ്ങി അങ്ങനെയാണ് അദ്ദേഹത്തെ പരിചയപ്പെടാനായിട്ട് ഇടയായത്. ഈ പുസ്തകം എല്ലാവരോടും ഞാൻ പറയുക, നിങ്ങൾ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളായിരിക്കാം, പക്ഷേ ഈ ഒരു പുസ്തകം നിങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് ഏറ്റവും ഉപകരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം മനസ്സ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തളർന്നു പോകുന്നുണ്ടെങ്കിൽ ആ തളർന്ന സന്ദർഭത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്നത്, കൂടുതൽ ദൈവത്തോട് അടുപ്പിച്ച് നിർത്തുന്ന ഏറ്റവും നല്ല ഒരു അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമാണ് ഫാദർ ജെൻസൺ ലാസ്ലെറ്റ് എഴുതിയ ഈ ക്രിസ്തുവിൻ്റെ തണലിൽ എന്ന് അഭിമാനപൂർവ്വം എനിക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നീട് ഞാൻ അച്ഛനെ പരിചയപ്പെട്ടു.
അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലാണ്, എനിക്ക് അച്ഛൻ്റെ പ്രാർത്ഥന വേണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ തന്ന ഉപദേശമാണ് എന്നെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാനായിട്ട് സഹായിച്ചത്. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവസാനം പറഞ്ഞത്, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. ആ ഒരു വചനം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ശക്തി പകർന്നു. അങ്ങനെ ഈ പുസ്തകം അച്ഛൻ എനിക്ക് അയച്ചു തന്നു. ഈ പുസ്തകം ഞാൻ വായിക്കാനിടയായി. എനിക്ക് വളരെ അഭിമാനം തോന്നി. കാരണം ഇതിലെ ഓരോ ലേഖനങ്ങളും, ഓരോ ദിവസവും അദ്ദേഹം പ്രതിപാദിക്കുന്ന ലേഖനങ്ങളും വളരെ അർത്ഥവത്തായിട്ടുള്ളതാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ വഴിത്താരകളിലും കണ്ടുമുട്ടുന്ന കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വന്തമാക്കേണ്ട കുറേ മൂല്യങ്ങൾ. നമുക്കറിയാം, നമ്മൾ ഇന്നത്തെ കാലത്ത് എളിമ, ഇതിലെ ഒരു 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 ലേഖനം ഞാൻ വായിച്ചപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഏറ്റവും കൂടുതൽ സ്പർശിച്ചതാണ് എളിമയെക്കുറിച്ച്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെയുള്ള തീയതികളിലായിട്ടാണ് അദ്ദേഹം ഈ ലേഖനങ്ങളൊക്കെ ഇതിൽ പ്രതിപാദിക്കുന്നത്. നിങ്ങൾക്കറിയാം, വളരെ പ്രസിദ്ധനായിട്ടുള്ള നാടകകൃത്ത് CL ജോസ്, അദ്ദേഹം സമൂഹത്തിൽ വളരെ ഉന്നതമായിട്ടുള്ള സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തോട് ഒരു പുസ്തകത്തിൻ്റെ അവതാരിക എഴുതി തരാനായിട്ട് ജെൻസൺ ലാസ്ലെറ്റ് അച്ഛൻ സമീപിക്കുമ്പോൾ അച്ഛൻ പറയാണ്, ഇത്രയും എളിമയോട് കൂടിയിട്ട് അച്ഛോ, എന്നെക്കാളൊക്കെ എത്രയോ പ്രശസ്തരായിട്ടുള്ള ആളുകൾ സമൂഹത്തിലുണ്ട്, എന്തിനാണ് എന്നെ സമീപിച്ചത്? എങ്കിലും ഞാൻ അച്ഛൻ പറഞ്ഞതല്ലേ, ഞാൻ എഴുതി തരാമെന്ന് പറഞ്ഞപ്പോൾ ജെൻസൺ ലാസ്ലെറ്റ് അച്ഛൻ പറയാണ്, അദ്ദേഹത്തിൻ്റെ എളിമ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ സ്വന്തമാക്കേണ്ട ഒരു ഏറ്റവും വലിയ ഗുണമാണ് എളിമ. ആ എളിമയുടെ പുണ്യം ഇതിൽ വരച്ച് കാണിക്കുന്ന ഒരു ലേഖന ഭാഗമുണ്ട്. അങ്ങനെ നിരവധി കാര്യങ്ങൾ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്, ഞാനൊരു തൊഴിലാളി പ്രവർത്തകനായിരുന്നു, തൊഴിലാളി പ്രസ്ഥാനത്തിൽ ജോലി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് തൊഴിലിനോടുള്ള ആഭിമുഖ്യം എങ്ങനെയായിരിക്കണമെന്ന് അച്ഛൻ വരച്ച് കാണിക്കുന്നുണ്ട്. മെയ് 1 നിങ്ങൾക്കറിയാം, സാർവത്രിക തൊഴിലാളി ദിനമാണ്. ആ തൊഴിലാളി ദിനത്തിൽ ഒരു വൈദികനുമായിട്ട് അച്ഛൻ ഇതെല്ലാം ജീവിതഗന്ധിയായിട്ടുള്ള ഭാഗങ്ങളാണെന്ന് പറയാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അച്ഛൻ്റെ ജീവിതത്തിൽ കണ്ടതും തൊട്ടറിഞ്ഞതുമായിട്ടുള്ള പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ, അതാണ് ഈ പുസ്തകത്തിൽ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്. വേറെ വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛൻ നേരിട്ട് കണ്ട് അനുഭവിച്ച കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദ്യ വിഷയമാക്കിയിരിക്കുന്നത്, വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ. അപ്പം അച്ഛൻ പറയാണ്, ആ മെയ് 1-ാം തീയതി തൊഴിലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് അച്ഛൻ പ്രതിപാദിക്കുന്ന രംഗത്ത് എഴുതിയിരിക്കുകയാണ്. ഒരു ഹോട്ടലിലേക്ക് വേറൊരു വൈദികനുമായിട്ട് ചായ കുടിക്കാൻ പോവുകയാണ്. ചായ കുടിച്ച് ഇറങ്ങുന്ന സമയത്ത് അച്ഛൻ പോക്കറ്റിൽ നിന്ന് അവിടെയുള്ള ആ സപ്ലയർക്ക്, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുവന്ന ആൾക്ക് ടിപ്പ് കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ടിപ്പ് കൊടുത്തു, നല്ല കാര്യം, ശരി എന്ന് പറഞ്ഞു. അതിനുശേഷം താഴെ ഇറങ്ങുമ്പോൾ കാണുന്ന സെക്യൂരിറ്റിക്കാരനും അതുപോലെ തന്നെ ഈ എന്താ പറയുക, നിയന്ത്രിക്കാൻ നിൽക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വഴി കാണിക്കാൻ നിൽക്കുന്ന ആളുകൾക്കൊക്കെ അദ്ദേഹം ടിപ്പ് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ കയ്യിലുള്ള ചെറിയ ഒരു സംഖ്യ കൊടുത്തിട്ടാണ് കാറിലേക്ക് കയറുന്നത്. ഇതൊക്കെ വരച്ച് കാണിക്കുന്നത് ഏത് തൊഴിലും മാന്യതയുള്ളതാണ്. ആ മാന്യതയുള്ള തൊഴിൽ പിന്നെ നമ്മൾ നോക്കിക്കാണുമ്പോൾ സമൂഹത്തിലുള്ള എല്ലാവരോടും നമുക്ക് ആ രീതിയിൽ ഇടപെടാനായിട്ട് സാധിക്കും. അത് ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളിയായാലും കളക്ടറായാലും അവർ ചെയ്യുന്ന തൊഴിലിൽ വളരെ മാന്യതയുണ്ടെന്ന് അച്ഛൻ ഇതിലൂടെ വരച്ച് കാണിക്കുകയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കൊച്ചു കൊച്ചു നന്മകൾ, നമുക്ക് ആർക്കും ഒരു പക്ഷേ വലിയ വിശുദ്ധരുടെ പോലെ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊച്ചു കൊച്ചു നന്മകൾ, ഒരാളുടെ തോളിൽ തട്ടി ഒന്ന് സ്വാന്തനിപ്പിക്കുക, നന്നായിരിക്കുന്നു, നന്നായിട്ടുണ്ട്, നന്നാവും, അല്ലെങ്കിൽ ഇത് ചെയ്ത് ഭംഗിയായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് തോളിൽ തട്ടി ഒരു അഭിനന്ദനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ജീവിതവുമായിട്ട്, പച്ചയായിട്ടുള്ള ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട നന്മയുടെ മൂല്യങ്ങൾ ഒരുപാട് അച്ഛനിതിൽ വരച്ച് കാണിക്കുന്നുണ്ട്. അതിലെ ഒരു രസകരമായിട്ടുള്ളൊരു രംഗം കൂടി ഞാൻ ഓർക്കുകയാണ്. ഒരു സ്കൂളിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് നടക്കുമ്പോൾ പെൺകുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരു പാത്രത്തിൽ പുളിങ്കുരു, നിങ്ങൾക്കറിയാം, വലിയ ഇന്ന് നമ്മുടെ പിസയും അതുപോലെ തന്നെ മറ്റ് വലിയ കാര്യങ്ങളൊക്കെ ഭക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ ചെറിയ ഒരു പുളുങ്കുരു കുട്ടികൾക്ക് വേണ്ടി വിതരണം ചെയ്യുകയാണ്. ആ വിതരണം ചെയ്യുന്ന ഇടയിൽ ക്ലാസ് ടീച്ചർ ചോദിച്ചു, എന്താണിതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കൊടുത്ത കുട്ടി ആകെ പരിഭ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ടീച്ചറെ, ഇത് പുളുങ്കുരിയാണ്. ആ കുട്ടി വിചാരിച്ചത് ഇതോടുകൂടിയിട്ട് എന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കും, എന്നെ ടീച്ചർ ചീത്ത പറയുന്നൊക്കെയാണ്. പക്ഷേ ടീച്ചർ ആ പുളുങ്കുരു എടുത്തിട്ട് അതിൽ നിന്ന് 2-3 എടുത്ത് തിന്നിട്ട് പറയാണ്, ശരിക്കും മോളെ, നീ ചെയ്ത് വലിയൊരു കാര്യമാണ്. കാരണം പുളുങ്കുരു തിന്നാനായിട്ടുള്ള രീതിയിൽ ഇതിനെ നീ കുട്ടികൾക്ക് കൊടുക്കാൻ കാണിച്ച ഈ നല്ല മനസ്സുണ്ടല്ലോ, ഇതിനെ ഞാൻ അഭിനന്ദിക്കും എന്ന് പറയുകയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ, വളരെ കൊച്ചു കൊച്ചു ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തി സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം, അവൻ എങ്ങനെയുള്ളവനായിരിക്കണം, എളിമയുള്ളവനായിരിക്കണം, ജീവിതത്തിൻ്റെ ലാളിത്യം നമ്മളെങ്ങനെ കൊണ്ടുപോകണം. ഈ അടുത്ത കാലത്ത് കേട്ട ഒരു സംഗതിയാണ് മിനിമലിസം. നിങ്ങൾക്കറിയാം, നമ്മളുടെ ജീവിതത്തിൽ ഇന്ന് വളരെയധികം ലാവിഷായിട്ട് ഒരു ദാരിദ്ര്യമുള്ളവനായാലും പണക്കാരനായാലും ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള സംഗതികളൊക്കെ വാരിക്കൂട്ടാനും ചെലവഴിക്കാനൊക്കെ വെമ്പൽ കൊള്ളുന്നൊരു കാലഘട്ടത്തിലാണ്. അവിടെയാണ് അച്ഛൻ ഈ ജീവിതത്തിൽ നിങ്ങൾ സ്വായത്തമാക്കേണ്ട ചില സംഗതികൾ. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അറിയാം, ചില ഹോട്ടലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ചില സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ വിഷമം തോന്നും. കാരണം ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാരിക്കുട്ടി ഭക്ഷണം കഴിക്കുന്നു, ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആക്കുന്നു. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഇങ്ങനെ ജീവിതഗന്ധിയായിട്ടുള്ള കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ സ്വാംശീകരിച്ചുകൊണ്ട് അതൊക്കെ ഓരോ ആഴ്ചയിലും ഈ പറഞ്ഞ പോലെ ഞായറാഴ്ചയിൽ വചനത്തിലൂടെ തൻ്റെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് വളരെ ലളിതമായിട്ടുള്ള ഭാഷയിൽ, ഏത് കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാവുന്ന ഭാഷയിൽ എഴുതി കൈരളിക്ക് സമ്മാനിച്ച ഒരു നല്ല ഒരു പുസ്തകമാണ് ക്രിസ്തുവിൻ്റെ തണലിൽ എന്നുള്ള ഈ പുസ്തകം. തീർച്ചയായിട്ടും ഞാൻ ഇത് കേൾക്കുന്ന വായനക്കാരോട് പറയുന്നത്, നിങ്ങൾ ധാരാളം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങളിത് വായിക്കാനായിട്ട് പരിശ്രമിക്കണം. ഇത് അത്രയ്ക്കും നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ, ജീവിതത്തിൽ നിങ്ങൾ ഒറ്റപ്പെട്ടു എന്ന് തോന്നലുണ്ടോ, നിങ്ങൾ ജീവിതത്തിൽ ആരോരുമില്ലാത്ത, ഇനി എന്നെ നോക്കാൻ ആരുമില്ല എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ മതിക്കുന്നുണ്ടോ, തീർച്ചയായിട്ടും ഈ പുസ്തകം വായിക്കണം. നമ്മളെയൊക്കെ കാത്തു പരിപാലിക്കുന്ന ദൈവം നമുക്ക് വേണ്ടി കരുതലോട് കൂടിയിട്ട് ഈ ലോകത്തിൽ ഉണ്ട് എന്നുള്ളൊരു ബോധ്യം നൽകാനും, അതോടൊപ്പം നല്ല ഒരു പാട്രിയോട്ടിക് സിറ്റിസൺ, നമ്മൾ പറയില്ലേ, ഈ സ്വരാജ്യ സ്നേഹം എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന ശിലയായിട്ട് നമ്മളൊക്കെ വളർത്തിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അതിലേക്കൊക്കെ രൂപപ്പെടുത്താനായിട്ട് തീർച്ചയായിട്ടും ഈ പുസ്തകം ഓരോ വ്യക്തിക്കും സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ അടുത്ത കാലത്ത് വായിച്ച മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ എന്നെ വ്യത്യസ്തനാക്കുന്നത്, അല്ലെങ്കിൽ ഇത് പറയാൻ എന്നെ പ്രേരിപ്പിക്കുന്നത് അച്ഛൻ്റെ ഈ ലളിതമായിട്ടുള്ള ഭാഷാശൈലിയാണ്. അച്ഛന് ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇനി ഒരു കാര്യം കൂടി നിങ്ങളോട് പറയട്ടെ, ഞാൻ ഇതൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലും ഈ അച്ഛനെ വ്യക്തിപരമായിട്ട് ഞാൻ ഇതുവരെ കാണുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ ഇടവന്നിട്ടില്ല. അച്ഛനെ ഫോണിലൂടെയുള്ള ബന്ധം മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു വൈദികൻ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ അച്ഛനെ കുറിച്ച് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. എല്ലാവരും ഈ വലിയ വലിയ കാര്യങ്ങൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കും, പക്ഷേ സ്വന്തം ജീവിതത്തിൽ അതൊന്നും പ്രാവർത്തികമാക്കില്ല. അങ്ങനെയുള്ള ഈ ലോകത്തിൽ തൻ്റെ കിഡ്നി ഒരു പെൺകുട്ടിക്ക് ദാനം ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് ഫാദർ ജെൻസൺ ലാസലറ്റ്. എനിക്ക് വളരെ അഭിമാനം തോന്നുന്നു. അച്ഛൻ പറയുക മാത്രമല്ല, അത് തൻ്റെ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കി അത് കാണിച്ചു കൊടുത്തൊരു വ്യക്തിയാണ്. ഇത് ശരിക്ക് 365 ദിവസങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ ദിവസവും വായിക്കേണ്ട വചനഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ബൈബിളിലെ ഏതെങ്കിലും ഒരു വചനഭാഗം എടുത്തുകൊണ്ട് ആ വചനഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛന് പറയാനുള്ള കാര്യങ്ങൾ ലളിതമായിട്ട് പ്രതിപാദിച്ചുകൊണ്ട് എഴുതിയുണ്ടാക്കിയ പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുസ്തകത്തിൻ്റെ ഓരോ ദിവസവും വായിക്കുമ്പോൾ, ഉദാഹരണത്തിന് ജനുവരി 1 മുതൽ ഡിസംബർ 31 വരെ നമ്മൾ ഈ പുസ്തകം വായിക്കത്തക്ക രീതിയിലാണ് അച്ഛൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഓരോ ദിവസവും അദ്ദേഹം എഴുതിയിട്ടുള്ള ഓരോ സബ്ജക്റ്റുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, പ്രത്യേകിച്ച് ആധ്യാത്മിക ജീവിതത്തിൽ ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. എനിക്ക് എൻ്റെ മനസ്സിൽ സ്പർശിച്ച 1-2 അധ്യായങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് മെയ് 1 തച്ചൻ്റെ മകൻ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എഴുതിയിട്ടുള്ള ഒരു പേജ് അല്ലെങ്കിൽ 1.5 പേജ് ഉള്ളൊരു ഭാഗമാണ്. അതിൽ അദ്ദേഹം പറയാണ്, ഞാനൊന്ന് നിങ്ങൾക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ ഇത് വായിച്ച് അവസാനിപ്പിക്കാം. നിങ്ങളും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഹോട്ടൽ, ഊൺ, തെയ്യാർ എന്നീ ബോർഡുകൾ പിടിച്ച് ഭക്ഷണശാലകൾക്കും മുന്നിൽ യാത്രക്കാരെ മാടി വിളിക്കുന്ന ജീവനക്കാരെ. വെയിലും മഴയും കൊണ്ട് എത്ര മണിക്കൂറുകളാണ് അവർ വഴിയരികിൽ നിലയുറപ്പിക്കുന്നത്. പരിചയമുള്ളൊരു വൈദികനുണ്ട്. വല്ലപ്പോഴും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയാൽ ടിപ്പ് കൊടുക്കുക ഹോട്ടലിനകത്തെ ജീവനക്കാർക്ക് മാത്രമല്ല, പാർക്കിങ്ങിലുള്ളവർക്കും സെക്യൂരിറ്റി ജീവനക്കാർക്കുമെല്ലാം എന്തെങ്കിലും നൽകുക പതിവാണ്. അതിന് അച്ഛൻ പറയുന്ന കാരണം ഇതാണ്: അവരുടെ അധ്വാനത്തെയും നമ്മൾ മാനിക്കേണ്ടേ? ഹോട്ടലിനകത്ത് ജീവനക്കാരെ മാത്രം പരിഗണിക്കുന്നത് ശരിയല്ല. പുറത്തു നിൽക്കുന്നവരും കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരാണ്. അവരുടേതും മാന്യമായ തൊഴിലാണ്. ആ ജീവനക്കാരെയെല്ലാം സാർ എന്നാണ് അച്ഛൻ അഭിസംബോധന ചെയ്യുന്നത്. ഏത് തൊഴിലിനും മാന്യതയുണ്ടെന്ന് പറയുമ്പോഴും
ചില തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരോട് നമുക്കുള്ള സമീപനത്തിൽ മാറ്റം വരുത്തേണ്ടത് അനിവാര്യമല്ലേ? അപ്പം ഇങ്ങനെ തുടങ്ങി ആ തൊഴിലിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറയുന്ന പ്രതിപാദിക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ലേഖന ഭാഗം എന്നെ വളരെ സ്പർശിച്ചിട്ടുള്ളതാണ്. ഒരു സങ്കീർത്തനം പോലെ, ഇത് വളരെ ഹൃദയസ്പർശിയായിട്ട് അച്ഛൻ എഴുതി വെച്ചിരിക്കുക. ഒരു സങ്കീർത്തനം പോലെ എന്ന് പറഞ്ഞിട്ട് ഡിസംബർ 8-ാം തീയതി വായിക്കേണ്ട ഒരു ലേഖന ഭാഗം. അത് ആര് വായിച്ചാലും ശരിക്കും പറഞ്ഞാൽ വളരെ ഹൃദയസ്പർശിയാണ്. ഞാനൊന്ന് വായിക്കാൻ പരിശ്രമിക്കാം. 17-ാമത്തെ വയസ്സിൽ അദ്ദേഹം സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതാണ്. പകൽ മുഴുവനും കൃഷിയിടത്തിൽ അധ്വാനിച്ച ശേഷമാണ് ദൈവവചന പ്രഘോഷണത്തിനായി ഇറങ്ങിത്തിരിക്കുന്നത്. പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം ദൈവത്തിൽ ആശ്രയിക്കണമെന്നായിരുന്നു അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. ആ മനുഷ്യൻ്റെ ഉത്തമ ബോധ്യവും ഉൾക്കാഴ്ചയും അനേകരെ ക്രിസ്തുവിലേക്ക് നയിച്ചു. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായ സമയത്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ ദുരന്തം സംഭവിച്ചത്. 9 വയസ്സ് മാത്രം പ്രായമുള്ള അദ്ദേഹത്തിൻ്റെ 2ാമത്തെ മകൻ മരണപ്പെട്ടു. സുഹൃത്തുക്കൾ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേർന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ എതിർത്ത് അവർ വിമർശിച്ചു. ദൈവത്തിൻ്റെ കരുണ ഉദ്ഘോഷിക്കുന്ന ഈ വ്യക്തിയോട് ദൈവം എന്താണ് കാരുണ്യം കാണിക്കാതിരുന്നത്? ദൈവത്തിന് വേണമെങ്കിൽ ആ കുഞ്ഞിനെ രക്ഷിക്കാമായിരുന്നില്ലേ? അവരുടെ വിമർശനങ്ങൾക്ക് നടുവിലും അദ്ദേഹം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചു. തൻ്റെ മകൻ്റെ മരണത്തെക്കുറിച്ച് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കീർത്തനം എഴുതി. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, വളരെ പ്രസിദ്ധനായിട്ടുള്ള കേരളക്കരയിലെ ഒരു നല്ല കവിയായിരുന്ന സാധു കൊച്ചുകുഞ്ഞു ഉപദേശി എന്ന് പറയുന്ന വ്യക്തി എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള ഒരു പാട്ട്. ആ എനിക്ക് പാട്ട് വളരെ ഇഷ്ടമായതുകൊണ്ട് ഞാനൊന്ന് മൂളി കേൾപ്പിക്കാം. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. വളരെ മനോഹരമായിട്ടുള്ള ഈ സങ്കീർത്തനം പോലെ എന്നുള്ള ഇത് വായിക്കുമ്പോൾ നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതം ഹ്രസ്വമായിട്ടുള്ള ജീവിതത്തിൽ അനേകം ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ക്ലേശങ്ങളൊക്കെ പേറിക്കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയൊക്കെ വിടാതെ ക്രിസ്തുവിൻ്റെ പാതയിലൂടെ മുന്നേറാനായിട്ട് നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് പറഞ്ഞു വയ്ക്കുന്നതാണ് ഒരു സങ്കീർത്തനം പോലെ എന്നുള്ള ഈ ഭാഗം. അങ്ങനെ തുടങ്ങി ഇഷ്ടം പോലെ നമ്മുടെ ജീവിതത്തെ സ്പർശിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊക്കെ പറഞ്ഞു വന്നിട്ട് ഏറ്റവും അവസാനം അത് ഞാനായിരുന്നു എന്നുള്ള രീതിയിൽ, അതായത് ഫാദർ ജെൻസൺ ലാസലറ്റ് ആയിരുന്നു എന്നുള്ള രീതിയിലാണ് അച്ഛൻ അവസാനിപ്പിക്കുക. അപ്പോൾ തന്നെ നമുക്കറിയാം ഹൃദയസ്പർശിയായിട്ടുള്ള വാക്കുകൾക്ക് നമ്മളെ സ്വാധീനിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളത്. സ്വന്തം ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ജീവിതത്തിൻ്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ് അച്ഛൻ ഇതിൽ വരച്ചു കാണിക്കുന്നത്. ഓരോരുത്തരും തൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇത് വായിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സമാധാനം കിട്ടും. ഒരുപാട് ജീവിത മൂല്യങ്ങൾ നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. അക്കാര്യത്തിലും യാതൊരു തർക്കവുമില്ല. ആത്മാവിന് വേണ്ടി ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. ശരീരത്തിന് വേണ്ടി ഭക്ഷണം നൽകാനായിട്ട് ധാരാളം ആളുകൾ അതിന് ഔത്സുക്യം കാണിക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ ദൈവത്തിൽ വിലയം പ്രാപിക്കേണ്ട സെൻറ്റ് അഗസ്റ്റിൻ പറഞ്ഞ പോലെ, ദൈവമേ ഈ ഹൃദയം നിന്നിൽ വിലയം പ്രാപിക്കുന്നതുവരെ എൻ്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു എന്നുള്ള ഒരു ചിന്തയായിരിക്കണം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മൂല്യങ്ങൾ സ്വന്തമാക്കാനും ദൈവത്തോട് ചേർന്ന് നിൽക്കാനും നമുക്ക് സാധിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല നല്ല പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിരിക്കണം. അതിനേറ്റവും ഉപകാരപ്രദമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഫാദർ ജെൻസൺ ലാസലറ്റ് എഴുതിയ ക്രിസ്തുവിൻ്റെ തണലിൽ 365 വചന വിചിന്തനങ്ങൾ എന്നുള്ള ഈ പുസ്തകം. ഈ പുസ്തകത്തിലെ മെയ് 7-ാം തീയതിയിലെ അമ്മയുടെ കത്ത് എന്നുള്ള ഒരു ലേഖന ഭാഗമുണ്ട്. വളരെ മനോഹരമായിട്ട് അച്ഛൻ പ്രതിപാദിക്കുന്നൊരു വിഷയം, വിശുദ്ധ കുർബാനയോട് എങ്ങനെ നമ്മൾ കൂടുതൽ ആഭിമുഖ്യമുള്ളവരാകണമെന്നുള്ള ഒരു ചിന്ത കൊടുക്കുന്ന ഒരു വചനഭാഗം. അതൊന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം. അന്നത്തെ വിശുദ്ധ കുർബാന മധ്യേ വികാരിയച്ഛൻ്റെ അറിയിപ്പ് പ്രകാരമായിരുന്നു: സ്നേഹമുള്ളവരെ, ഇന്നലെ രാത്രി അമ്മ നിര്യാതയായി. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എൻ്റെ അമ്മയെ കൂടി ഓർക്കുമല്ലോ. കുർബാനയ്ക്ക് ശേഷം ഏതാനും ചിലർ അച്ഛനോട് ചോദിച്ചു, അച്ഛ, എപ്പോഴാണ് സംസ്കാര ചടങ്ങ്? അച്ഛൻ പോകുന്നുണ്ടോ? ഇല്ല, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്ര ദൂരം യാത്ര ചെയ്യുക സാധ്യമല്ല. എൻ്റെ അവസ്ഥ വീട്ടുകാർ മനസ്സിലാക്കും. നിങ്ങളും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ് ഇടവക്കാർ യാത്രയായപ്പോൾ അച്ഛൻ പള്ളിയിലേക്ക് പോയി. അവിടെ ഇരുന്ന് അൾത്താരയിലെ ക്രൂശിത രൂപം നോക്കിയപ്പോൾ പഴയകാല ഓർമ്മകൾ മനസ്സിലേക്ക് വന്നു. അമ്മ എഴുതിയ കത്തുകൾ പള്ളിയിലിരുന്ന് വായിച്ചു. മകനെ,
നിൻ്റെ ജീവിതത്തിലെ ചില ദുഃഖങ്ങളും പ്രതിസന്ധികളും നീ ഒറ്റയ്ക്ക് അതിജീവിക്കേണ്ടതായിട്ട് വരും. ചേർത്ത് പിടിക്കാനോ കൂടെ നിൽക്കാനോ ആരുമുണ്ടായെന്ന് വരില്ല. ഏതൊരവസ്ഥയിലും ദൈവത്തോട് വിശ്വസ്തനായിരിക്കുക. അവിടുന്ന് നിന്നോട് ചേർന്ന് നിൽക്കും. പ്രിയപ്പെട്ടവരിൽ പലരുടെയും മരണസമയത്ത് കൂടെ ഇരിക്കാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല. ഒരുപക്ഷെ അമ്മ മരിക്കുമ്പോഴും നിനക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞെന്ന് വരില്ല. അമ്മയ്ക്കതിൽ തെല്ലും വിഷമമുണ്ടാകില്ല. നീ എവിടെയായിരുന്നാലും നിൻ്റെ ശുശ്രൂഷ തുടരുക. അതിനേക്കാൾ വലിയ സന്തോഷം അമ്മയ്ക്ക് കിട്ടാനില്ല. അമ്മയുടെ പ്രാർത്ഥന എപ്പോഴും കൂടെയുണ്ടാകും. കോവിഡിൻ്റെ വ്യാപനം കൂടുന്ന ഈ കാലയളവിൽ പ്രിയപ്പെട്ടവരോട് കൂടെ ഇരിക്കാൻ പലർക്കും സാധിക്കുന്നില്ല. വീട്ടുകാരിൽ നിന്നും അകന്ന് വിദൂരത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ആശങ്കകൾ വളരെ വലുതാണല്ലോ. ഇവിടെയാണ് ക്രിസ്തു തൻ്റെ വിശ്വാസത്തിലുള്ള ആഴം പരീക്ഷിക്കപ്പെടുന്നത്. ക്രിസ്തു പറഞ്ഞതുപോലെ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശനായിരിക്കണം നമ്മുടെ വിശ്വാസം. വെള്ളപ്പൊക്കത്തിനും ഒഴുക്കിനും പാറമേൽ പണിത വീടിനെ ഇളക്കാൻ സാധിച്ചില്ല. അത്രയ്ക്ക് ബലിഷ്ഠമായിരുന്നു അത്. ദൈവമേ, അങ്ങിലുള്ള വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ പതറാതെ മുന്നേറാൻ ഞങ്ങൾക്ക് കരുത്ത് പകരണമേ. ഇങ്ങനെ ജീവിതഗന്ധിയായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് അച്ഛൻ ഈ പുസ്തകം രചിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് പരിചയപ്പെടുത്താനായിട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇത് ഒരിക്കലെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ വായിക്കണം. ഫാദർ ജെൻസൺ ലാസ്ലെറ്റ് എഴുതിയ ക്രിസ്തുവിൻ്റെ തണലിൽ 365 വചന വിചിന്തനങ്ങൾ എന്നുള്ള പുസ്തകം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.